ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയ്ക്ക് ഈ വീട്ടിലെ സൗകര്യങ്ങളില്ലായ്മയെ പറ്റിയും അതുപോലെ തന്നെ ശങ്കരനാരായണന്റെ വീട്ടിൽ ആ കുട്ടി രാജകുമാരിയെ പോലെ ജീവിച്ചതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അമ്മയുമായിട്ട് നമ്മുടെ സുധാകരമാഷ് ഇരുന്ന് സംസാരിക്കാം. ഈ ഒരു സമയത്ത് ഇവരുടെ പഴയകാല ചരിത്രം അമ്മയോട് ഇരുന്ന് ഇങ്ങനെ പറയുവാണ്. അച്ഛനെ ധിക്കരിച്ച് കമലയുടെ കയ്യും പിടിച്ച് ഇറങ്ങി വരുമ്പോൾ നിന്റെ കയ്യിൽ എന്തായിരുന്നടാ ഉണ്ടായിരുന്നത്? ഒരു വീടിന്റെ ചായ്പില് ഒരു മുറിയും അടുക്കളയുമായിട്ട് ജീവിതം തുടങ്ങുമ്പോഴേ നീയോ അവളോ കൈവിട്ടു എന്ന സൗകര്യങ്ങളെ പറ്റി ആലോചിച്ച് വിഷമിച്ചിരുന്നോ എന്ന കാര്യം നമ്മുടെ അച്ഛമ്മ ചോദിക്കുക. നിന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്ന സൗകര്യങ്ങളെ ചൊല്ലി വിഷമിക്കാത്ത നീ മരുമകൾ ഉപേക്ഷിച്ച് പോകുന്ന സൗകര്യങ്ങളെ പറ്റി ആലോചിച്ച് എന്തിനാ വിഷമിക്കുന്നതെന്ന് അച്ഛമ്മ ചോദിക്കുക. അപ്പൊ എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ അമ്മയെന്ന് മകൻ അമ്മയോട് ചോദിക്കുക. ആ ഒരു തീരുമാനത്തിന്റെ പിന്നില് എനിക്ക് അവളോട് ഒരുപാട് വർഷം നീണ്ടു നിന്ന ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ആ ഒരു പ്രേമമാണ് നിങ്ങളെ ആ തീരുമാനം എടുപ്പിച്ചതും ഇവിടെ വരെ കൊണ്ടെത്തിച്ചതും. പക്ഷെ നിന്റെ മകന്റെ കാര്യത്തിൽ മറിച്ചായിപ്പോയി. അതെനിക്കറിയാമെന്നും അച്ഛമ്മ പറയാം. അവനോടൊപ്പമേ ജീവിക്കൂ എന്ന് ആ പെൺകുട്ടി തീരുമാനിച്ചതിന് ശേഷമാണ് അവരുടെ പ്രേമം ആരംഭിക്കുന്നത് എന്ന കാര്യം നമ്മുടെ അച്ഛമ്മ പറയുക. ഒരാണിനെയും പെണ്ണിനെയും അവർ പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ കാണാൻ പറ്റാത്ത കയറുകൊണ്ട് ഈശ്വരൻ ഒരു കെട്ട് കെട്ടും. ആ കെട്ടിന്റെ പേരാണ് വിവാഹം. ആ കുടുക്കാണ് പ്രണയം. പിന്നെ അവര് ഒന്നിച്ച് സ്നേഹിച്ച് ജീവിച്ച് കുട്ടികളെ പെറ്റു വളർത്തി വലുതാക്കിയിട്ടും ഒരിക്കൽ പോലും ആ കുടുക്കിൽ പെടാത്ത ദമ്പതികളുണ്ട് സുധാകര എന്നൊക്കെ പറഞ്ഞതേ നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയുക. പ്രണയം എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തവരായിട്ടുള്ളവരും ഉണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് ഒരുപാട് കാലം പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുടുക്ക് അഴിഞ്ഞു പോയവരും ഉണ്ടെന്ന കാര്യങ്ങളും അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക മകനും. ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ പ്രണയം ഇല്ലാതായി പോയവര് എത്രയോ ഉണ്ട്. ഈ രണ്ടു കൂട്ടരിലും പെടാത്ത ആൾക്കാരും ഉണ്ട്. അത് നിനക്കറിയാമോ? അതിൽ പെട്ടവരാണ് വിക്രവും വേദയും. അങ്ങനെ അവരുടെ ജീവിതവും മാറും. ഒരു തീരുമാനത്തിന്റെ പുറത്ത് വിക്രമിന്റെ വീട്ടിൽ ജീവിക്കാൻ വന്ന വേദ, ആ വേദ അവളോടൊപ്പം ജീവിക്കില്ല എന്ന് തീരുമാനിക്കുന്ന വിക്രം. പക്ഷേ അവര് പോലും അറിയാതെ ഏതോ ഒരു നിമിഷത്തില് ദൈവം അവർക്കിടയിൽ ആ ഒരു കുടുക്കിട്ട് കഴിഞ്ഞുവെന്നും ഇനി അവർക്ക് മാറാൻ പറ്റില്ല സുധാകര എന്ന് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ സുധാകരമാഷിനോട് പറയാം. ഈശ്വരൻ തിരഞ്ഞെടുത്തത് തന്നെയാണ് അവര്, മനുഷ്യർക്ക് പിരിക്കാനേ പറ്റില്ല എന്നും പറഞ്ഞു. ഈ വാക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളതേ അവരുടെ മുത്തശ്ശി പറഞ്ഞിട്ടാണെന്ന കാര്യങ്ങൾ നമ്മുടെ സുധാകരമാഷ് നേരം പറഞ്ഞു. അങ്ങനെ ഈശ്വരൻ തിരഞ്ഞെടുത്തതാണ് ആ ബന്ധമെങ്കിൽ നാളെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആ മണ്ഡപത്തിൽ വെച്ച് അവളുടെ വിവാഹം നടക്കണമെന്ന് നമ്മുടെ സുധാകരമാഷ അമ്മയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഈ കല്യാണം നടക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ അമ്മ മകനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിന്റെ കൂട്ടുകാർ പരസ്പരം കൂട്ടൊക്കെ കൂടി രണ്ടെണ്ണമൊക്കെ അടിച്ചിരുന്ന് വിക്രത്തിന്റെ കല്യാണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നാളെ അവന്റെ കല്യാണം നടക്കില്ലേ? അപ്പോൾ പേരിന് മാത്രമേ ബാച്ചലർ അല്ലാണ്ടായിട്ടുള്ളൂ, ആളിപ്പോഴും കന്യകൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ കൂട്ടുകാർ. എന്നാലും ആ കുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറയുമ്പം എന്ത് വീട്ടുകാർ? അവളുടെ സഹോദരൻ ശ്രീകാന്ത് ഇതുവരെ സമ്മതിച്ചിട്ടില്ലല്ലോ, അവൻ ഇപ്പോഴും ഇവനെ കൊല്ലാൻ വേണ്ടി നടക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കൂട്ടുകാർ ഇയാളോട്. അപ്പോൾ അവനെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയത് അവളുടെ ഏട്ടനാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാണ്ട് ആരാന്നാ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അപ്പോഴേക്കും ഇവരെല്ലാവരും ഞെട്ടി, ചേട്ടന്മാരൊക്കെ ഒന്ന് ഞെട്ടി. അപ്പോൾ ശ്രീകാര്യം ശ്രീനിവാസന്റെ കൂട്ടുകാരനെ ഇതൊക്കെ വന്ന് പറയുന്നത്. ഞങ്ങൾ ആ അഭിലാഷിനെ പൊക്കി ശരിക്കും പിഴിഞ്ഞു. ആദ്യമൊന്നും അവൻ സമ്മതിച്ചില്ലെന്നേ. അവസാനം നമ്മുടെ മൂന്നാമറ പുറത്തെടുത്തപ്പോഴേ മണി പോലെ അവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവൻ മാത്രമാണോ അതവൻ്റെ തന്തയും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല, ഇത് അയാൾ അറിയാതെ ഉള്ളൊരു മൂവാണെന്നും പിന്നെ അവൻ്റെ കൂടെ ഇത്തവണ നിന്നതേ ഭാര്യയുടെ അച്ഛനാണെന്നുള്ള കാര്യവും പറഞ്ഞു. ആ ചന്ദ്രശേഖരൻ അവരാണെന്നൊക്കെ പറഞ്ഞ് ഇവരിതെല്ലാം കേട്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക. അങ്ങ് സകല ചതികളും പുറത്തു വരും. അപ്പം നാളത്തെ ചടങ്ങ് നടന്നാൽ സംഗതി പ്രശ്നമാകുമല്ലോ. എടാ ഇത് അവൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവൻ അറിയാം, പക്ഷെ അവൻ ശ്രീനിസാറിനോട് പറഞ്ഞത് ഒന്നും ചെയ്യേണ്ടതാണെന്ന് വിക്രം പറഞ്ഞത് ഇയാൾ പറയാം. അപ്പോൾ ഒറ്റയ്ക്ക് നേരിടാനാണ് ഇവൻ്റെ പ്ലാൻ, അതോ കല്യാണം നടക്കുകയാണെന്ന് കരുതി വിട്ടുകളയാനാണ് ഇവൻ്റെ പ്ലാൻ എന്നൊക്കെ ഇവർ ചോദിക്കുമ്പം എനിക്ക് തോന്നുന്നത് അവൻ്റെ ഉള്ളിൽ വേറെന്തോ ഉണ്ടെന്നുള്ളതാണെന്ന് ഈ ചേട്ടൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നാളെ അവൻ കല്യാണ സമയത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് ഈ ചേട്ടൻ ഇവരോട് പറഞ്ഞു. ഇനി ഇതിനാവും പ്രശ്നം ഉണ്ടാക്കണമെന്ന് അന്നേരം അവർ ചോദിച്ചു. അപ്പോൾ പുളിക്കം പറഞ്ഞതിലും ഒരു കാര്യമുണ്ട് അനിയൻകുട്ടാ.
എന്തോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ആ കുട്ടി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ ചോദിക്കുമ്പം അവിടെയാണ് തെറ്റിയത്. അവൻ അവളെ വലിയ ഇഷ്ടമാണ്, ഇഷ്ടം കൂടിയതാ ഇപ്പോൾ പ്രശ്നമായി പോയതെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇവർ പരസ്പരം പറയണം. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ജീവിതം അവൻ്റെ കൂടെ നശിച്ച് കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. പ്രേമം കൊണ്ട് ആസിഡ് ഒഴിക്കുന്നവരെയും കൊന്നുകളയുന്നവരെയും സ്വയം പീഡിപ്പിക്കുന്നവരെയും അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പ്രണയിക്കുന്ന ഒരാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടുന്ന നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഇവരതൊക്കെ പറഞ്ഞിരുന്നു, വെള്ളമൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വേദയാട്ടോ. വേദ റൂമിലിരിക്കുമ്പോൾ ഇടിയും പെട്ടി മഴ. എന്നിട്ട് ഓടിച്ചെന്ന് ജനലടയ്ക്കുക വേദ. അപ്പോഴാണ് പുറത്ത് നമ്മുടെ പഴയ വേദയെപ്പറ്റി വേദ ആലോചിക്കുന്നത്, ആ മഴ നനഞ്ഞിരുന്ന വേദ, പിന്നെ വിക്രത്തിൻ്റെ കൂടെ വണ്ടിയിലിരുന്നത്, അതിനുശേഷം അവർ ഒരുമിച്ച് പോയ കാര്യങ്ങളെല്ലാം വേദ ആലോചിക്കുമ്പം ഇതേ സെയിം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വിക്രവും റൂമിലിരിപ്പുണ്ട്. വിക്രത്തിൻ്റെ മനസ്സ് നിറയെ വേദയാണ്. പക്ഷെ വേദയെ സ്വന്തമാക്കാനുള്ള യോഗ്യത ഇല്ലെന്നുള്ള രീതിയിലാണ് നമ്മുടെ വിക്രം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വേദ അങ്ങനെ ഇരുന്ന് വിഷമിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ശ്രീജ വന്നു. എന്തു പറ്റി മോളെ, നീ എന്താ കരയണേന്ന് ചോദിച്ചു. അപ്പോഴേക്കിരുന്ന് കരയാൻ തുടങ്ങി. എന്താ മോളെ കാര്യം പറ, എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്ര നാളും എനിക്ക് കരയാനായിട്ട് തോന്നിയിട്ടില്ല ശ്രീജയടത്തി എന്ന് വേദ പറയുക. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. എന്നിട്ട് ശ്രീജയുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന് വേദ ഭയങ്കര കരച്ചിൽ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്, നാളെ നടക്കാൻ പോകുന്ന സന്തോഷമായ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനൊക്കെ ശ്രീജ വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി നിൻ്റെ ജീവിതത്തിൽ സന്തോഷമേ നടക്കുകയുള്ളൂ ഉറപ്പ് എന്നും പറഞ്ഞ് ശ്രീജ വേദയെ സമാധാനിപ്പിച്ച് ഇങ്ങനെ കൂടെ ചേർത്ത് പിടിച്ചിരുത്തിയിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീട്ടിൽ വേദയുടെ അച്ഛൻ റെഡിയായിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കും മകൻ അച്ഛൻ്റെ അടുത്തേക്ക് വരും. ശ്രീകാന്ത് അച്ഛനത് എവിടേക്കാണെന്ന് ചോദിച്ചപ്പോൾ നീ എന്തൊന്നും അറിയാത്തതുപോലെ അമ്മയും മുത്തശ്ശിയും ദീപ്തിയൊക്കെ തയ്യാറായി നിൽക്കുകയല്ലേ ചോദിച്ചപ്പം അത് തന്നെ എനിക്കും അറിയേണ്ടത്, അവരുടെ ഭ്രാന്ത് അച്ഛനും തുടങ്ങിയോ എന്ന് ശ്രീകാന്ത് അച്ഛനോട് ചോദിക്കാം. അപ്പോഴേക്കും മക്കളും ഭാര്യ അതുപോലെ അമ്മയും കൂടി അങ്ങോട്ടേക്ക് വന്നു. അച്ഛനും ഈ പ്രഹസനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാണെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും പ്രഹസനമോ, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു അച്ഛമ്മയും അമ്മയൊക്കെ. നിങ്ങളെ എല്ലാവരെയും വിഡ്ഢിവേഷം കെട്ടിച്ച് അവിടെ എത്തിക്കാനുള്ള അവൻ്റെ പരിപാടി പിന്നെ പ്രഹസനം എന്നല്ലാതെ വേറെ എന്താ പറയുക എന്ന് ശ്രീകാന്ത് ചോദിച്ചു. വർഷയും അവളുടെ വീട്ടുകാരും എന്നെയാണ് കളിയാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്തിനാ കളിയാക്കുന്നതെന്ന് ചോദിച്ചു. അല്ല അവൾ പിന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം ചോദിച്ചു. അവൾ സപ്പോർട്ട് ചെയ്യാനും വരണ്ട, എതിർക്കാനും വരണ്ട. ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ കുടുംബമായി പങ്കെടുക്കാൻ പോകുമ്പോൾ അതിനെ നോക്കി പരിഹസിക്കേണ്ട ഒരു കാര്യവും വർഷയ്ക്കില്ല എന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു. നിറവയറുമായി ഇരിക്കുന്ന പെണ്ണല്ലേ അവള്, മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന വലുതും ആലോചിക്കാൻ പറയാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ്, അല്ലാതെ ഇമാതിരി ദുഷിപ്പ് പറയുകയല്ല വേണ്ടതെന്നും പറഞ്ഞ് മുത്തശ്ശി പറയുമ്പം ഇവിടുത്തെ വേദയെ ഒരുത്തൻ ബലമായി താലി കെട്ടിയതുപോലെ ഏതോ ഒരു അമ്പലനാളിൽ വെച്ച് പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നതല്ല അവളെന്ന് ശ്രീകാന്ത് അന്നേരത്തേക്ക് ഇവരോട് എല്ലാവരോടുമായിട്ട് പറയുക. നിങ്ങളെല്ലാവരും തീരുമാനിച്ച് കെട്ടിച്ചു തന്നതാ, അതും അന്യായ ഒരു സ്ത്രീയൊന്നും അല്ല, അമ്മയുടെ ആങ്ങളയുടെ മോളാണെന്ന് അമ്മ ഓർക്കണമെന്ന കാര്യങ്ങളും ശ്രീകാന്ത് പറയുന്നു. ആ നിലയ്ക്ക് അവൾ ഈ കുടുംബത്തിലെ പെണ്ണ് തന്നെയാണ്, അഭിപ്രായം പറയാൻ അവൾക്കും അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത്. ഇത് ജില്ലാ ജഡ്ജ് ശങ്കരനാരായണന്റെ കുടുംബം, ഇവിടേക്ക് കയറി വന്നവരാണ് നിന്റെ അമ്മയും നിന്റെ ഭാര്യയുമെല്ലാം. ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം സംസാരിക്കാനെന്ന് പറഞ്ഞു. അപ്പൊ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് മരുമകൾ അമ്മയെ വിളിച്ചു. സംസാരിച്ച് നമ്മൾ എവിടേക്ക് ഈ ചെന്നെത്തുന്നതെന്ന് മരുമകൾ അമ്മയോട് ചോദിക്കാം. ചില വാക്കുകൾ പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നും, അത് അമ്മയായാലും ശങ്കരേട്ടനായാലും ശ്രീകാന്ത് ആയാലും ഈ ഞാനായാലും അത് ഓർത്തിട്ട് അമ്മ സംസാരിക്കണം കേട്ടോ എന്നും പറഞ്ഞ് പ്രഭ പറയുമ്പോൾ വേദയും വിക്രവുമായി നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ നമ്മൾ രണ്ട് കുടുംബങ്ങളുടെയും സമ്മതത്തോടെ വിവാഹം നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഈ അവസാന നിമിഷം അങ്ങോട്ട് പോകാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് തറവാട്ടുകാർക്ക് ചേർന്ന പണിയാണോ പത്മം എന്ന് ചോദിച്ചപ്പം അതിന് പോകുന്നില്ലെന്ന് ആര് പറഞ്ഞു, നിന്റെ മോൻ പറഞ്ഞു വരുന്നത് അതല്ലേ എന്ന് ആ മുത്തശ്ശി ചോദിച്ചു. അപ്പൊ ആരും പോകണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയിക്കോ, പക്ഷെ അച്ഛൻ പോകരുത്, ആ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ടെന്ന് ശ്രീകാന്ത് പറയണം. അപ്പൊ അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവന്റെ ലക്ഷ്യം അച്ഛനെ അവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നുള്ളതായതുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകനില്ലാത്ത കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നീ എന്താടാ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പത്മം പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇന്നവൻ അവളുടെ കഴുത്തിൽ ആ താലിമാല ചാർത്തില്ല. അപ്പൊ നീ എന്തൊക്കെ ഈ പറയുന്നത്, അത് നിന്നോടാരാടാ പറഞ്ഞത്? അവൻ പലരുടെ അടുത്ത് പറഞ്ഞു നടക്കുന്നത് ഞാൻ കേട്ടതാ. എന്ത് വിവാഹം നടക്കില്ലെന്നോ? അവനെ കോടതി കയറ്റാനും പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതിനും പകരമായിട്ട് അവൻ്റെ കല്യാണത്തിന് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് നമ്മുടെ അച്ഛനെ അപമാനിക്കുമെന്ന് പച്ചക്കള്ളമായി പറയുന്നത്. അവൻ ഒരിക്കലും അങ്ങനെ പറയില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ അപ്പം മുത്തശ്ശിക്ക് എന്നെക്കാളും വിശ്വാസം അവനെയാണല്ലേ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അച്ഛാ, അച്ഛനെ പോലെ ഒരാൾ അവൻ്റെ ചതിയിൽ ചെന്ന് പെടരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ, പ്ലീസ് അച്ഛാ പ്ലീസ്.
ഞാൻ പറയുന്നതൊന്ന് അച്ഛൻ മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ? നമ്മൾ ചെല്ലാതിരിക്കുന്നതാവില്ലേ അതിനേക്കാളും വലിയ ചതിയെന്ന് മുത്തശ്ശി ചോദിക്കാം. ശങ്കരനാരായണൻ അന്തം പെട്ടിങ്ങനെ നിൽക്കാം. അത് ആ കുടുംബത്തിനെ വീണ്ടും അപമാനിക്കുന്നതിന് തുല്യമല്ലേന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ എന്ന് നമ്മുടെ അനിയത്തി പറഞ്ഞു. ചേട്ടനും അച്ഛനും വരണ്ട, നമ്മൾക്ക് 3 പേർക്കും പോയിട്ട് വരാമെന്ന് പറയുമ്പം അത് ശരിയാണോ ദീപ്തി? ദേ, പെൺകുട്ടിയുടെ അച്ഛൻ ചെല്ലാതിരുന്നാൽ നമുക്ക് എന്തെങ്കിലും നുണ പറയാമേ? അച്ഛൻ അടിയന്തരമായി കോടതിയിൽ പോകേണ്ടി വന്നെന്നോ മറ്റോ? അപ്പോൾ എന്നാൽ അത് മോശമാവില്ലേ ദീപ്തി? അപ്പോൾ ഒരു മോശമാവില്ല, നിങ്ങൾ വരാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും കാര്യങ്ങളെല്ലാം ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പം നടക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്നും, പക്ഷെ അത് ഭഗവാന്റെ കുറ്റം കൊണ്ടല്ല, നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു നാടകം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് അച്ഛനും പറഞ്ഞു. അപ്പോൾ അവിടെ വന്ന് നാണം കെടാൻ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ വിവാഹം നടക്കുകയാണെങ്കിൽ അത് നടന്നോട്ടെ. ഇനി അഥവാ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ചതി ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാമല്ലോ എന്നും പറഞ്ഞ് ശങ്കരനാരായണൻ ഇവരെ പറഞ്ഞു വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ മണ്ഡപവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. വന്നവർക്ക് എല്ലാവർക്കും വെള്ളം കുടിക്കാൻ വെള്ളവും അതും ഇതൊക്കെ കൊടുത്ത് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് കൂടെ വന്ന ചേച്ചിമാർ ഇത് എന്തൊരു ഇതാന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ആ വിക്രമുണ്ടല്ല, ആ പെങ്കൊച്ചിനെ 3ാമത് കെട്ടാൻ പോവുക. ഇതോടുകൂടി ആര് വിചാരിച്ചാൽ ആ കെട്ട് അഴിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ ഇങ്ങനെ ചേച്ചിമാർ പറഞ്ഞു. 3ാമത്തെ കെട്ടോ? ആ അതേന്നേ, മാഷിൻ്റെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയി മാലയൊക്കെ ഇട്ടതല്ലേ? ഓ അതെയോ? അതേന്നേ, ഒന്നും പറയാതിരിക്കുന്നത് ഭേദമാ, നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം എന്ന് പറഞ്ഞാൽ ചേച്ചിമാരടക്കം പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുന്നു. ഈ സമയത്ത് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ അനിയൻകുട്ടനെ അവരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. എടാ നീ എന്താ റെഡി ആവാത്തതെന്ന് ചോദിച്ചു. ഞാൻ റെഡി ആവണോ? പിന്നെ അല്ലാതെ ഞങ്ങളാണോ അതൊക്കെ പ്ലാൻ ചെയ്തത്? അതൊക്കെ തള്ളയുടെ പണിയാ, അവളും കൂടെ ചേർന്ന് നടന്ന ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം പറയുമ്പോൾ, പറ്റില്ലെങ്കിൽ നിനക്ക് മുഖത്ത് നോക്കി പറയാമായിരുന്നില്ലേ? ഇവിടെ വരെ എത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ കൂട്ടുകാരി ചോദിച്ചു. ഞാൻ ആദ്യമേ തന്നെ ഇതിനെതിരായിരുന്നു. എടാ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ എന്ന് അനിയൻകുട്ടൻ. ചോദിക്കും. നീ ശരിക്കും അവളെ ബുദ്ധിമുട്ടിക്കാൻ വയ്യാത്തത് കൊണ്ടല്ലേടാ ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് ചോദിച്ചപ്പം മനസ്സിലായില്ല. വേദയോടെ നിൻ്റെ ഉള്ളിൽ ശരിക്കും ഇഷ്ടമില്ലടാ എന്നൊക്കെ ചോദിച്ചു. അവളുടെ ജീവിതത്തിന് ഒന്നും പറ്റരുത് എന്ന് വിചാരിച്ചിട്ടല്ലേടാ നീ ഈ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്? അപ്പോൾ ഇഷ്ടമോ അവളോടോ? എനിക്കോ? നിങ്ങൾക്കൊക്കെ എന്താ തലയ്ക്ക് സുഖമില്ല? ഇക്കണക്കിന് പോയാലേ തലയ്ക്ക് ഓളം വെട്ടുന്നത് നിനക്ക് തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയൻകുട്ടൻ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ എടാ വേദ അത്ര മോശം കുട്ടിയൊന്നും അല്ലല്ലോ എന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അത്രയും നല്ല കുട്ടി എൻ്റെ ജീവിതത്തിൽ വേണ്ട, അത്രേ ഉള്ളൂ. അപ്പം അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ എനിക്ക് അവളോട് ഇഷ്ടമുള്ളതാണ്. അപ്പം ഇഷ്ടമില്ല? ഇല്ല 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 വേണ്ട. അപ്പോൾ ബഹുമാനമുണ്ടോ? അല്ല, ബഹുമാനമുള്ളവരെ നമ്മളൊരു കയ്യകലത്തിലാണല്ലോ നിർത്തുക, അതുകൊണ്ട് ചോദിച്ചതാ. ഭാര്യയാകുമ്പോൾ അടുത്ത് ഇടപഴകേണ്ടിയൊക്കെ വരുമല്ലോ. അത് ഒഴിവാക്കാനാണോ എന്നൊക്കെ അറിയാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ദേ അനിയൻകുട്ട നീ വെറുതെ ഒരു കൈന്ന് മേടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ വിക്രം. എന്നാൽ പിന്നെ നീ ഇറങ്ങി പോകാൻ പറയടാ, എല്ലാവരോടും പറ. ഇന്ത്യന് സകല കാര്യത്തിൽ നിന്ന് കൊടുത്തിട്ട് ഇപ്പം ഞങ്ങളുടെ മെക്കെട്ട് കേട്ട് എന്താടാ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് തന്നെയാണ് ഞാൻ പോകുന്നത്. അവളുടെ കഴുത്തിൽ ചാർത്താൻ തരുന്ന താലി കോർത്ത മാല വാങ്ങി വലിച്ചെറിയാനാണ് ഞാൻ പോകുന്നതെന്ന് നമ്മുടെ വിക്രം പറഞ്ഞു. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഈ ബന്ധം നടക്കില്ല എന്ന് തെളിയിച്ച അവളുടെ പാട്ടിനിറങ്ങി പോയിക്കോളുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം പറഞ്ഞു. നീ ഇത് എന്ത് ഭാവിച്ചാടാന്ന് ചോദിച്ചു കൂട്ടുകാർ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ വിക്രത്തിനോട് ചോദിക്കുമ്പോൾ വിക്രം ഇവരോട് ചുമ്മാ ചൂടാവുക. അങ്ങനെ എല്ലാവരും സമ്മതിച്ച ഈ വിവാഹം കൂടി കഴിഞ്ഞാൽ പിന്നെ അതെ അവൾക്ക് എന്നോട് പതിവിലും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കാം. അതോടെ അവൾ എന്നെ നരകിപ്പിക്കും. ഇഞ്ചിഞ്ചായിട്ട് ഞാൻ നശിക്കുന്നത് നിനക്ക് കാണണോടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രം അവരോട് ദേഷ്യപ്പെടുക. ഇവൻ എന്തേലും കാണിക്കട്ടെടാ, വാടാ, പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനിയൻകുട്ടനും അവരൊക്കെ അങ്ങ് പോയി. വിക്രം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ.